ഏവരെയും വിശുദ്ധ വേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെയുള്ള വേദഭാഗം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്ന വാക്യം നമുക്ക് കാണുവാൻ സാധിക്കും. തന്നെത്താൻ ഒഴിച്ച് അല്ലെങ്കിൽ ശൂന്യമാക്കി എന്ന പ്രയോഗത്തിൽ കെനോ എന്ന ഗ്രീക്ക് പദമാണ് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. പദവിയിൽ നിന്നോ പ്രത്യേക അവകാശത്തിൽ നിന്നോ സ്വയം ഒഴിഞ്ഞു മാറുന്ന പ്രവർത്തനത്തെ സൂചിപ്പിക്കുവാനാണ് പൊതുവെ ഈ പദം യവന ഭാഷയിൽ ഉപയോഗിക്കാറ്. അതിനാൽ ലോകത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കുന്നതിലൂടെയും തൻ്റെ ക്രൂശിലെ സഹനത്തിലൂടെയുമെല്ലാം ഒരു കെനോട്ടിക് അഥവാ സെൽഫ് എംപ്റ്റിയിങ് പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത് എന്ന് നാം തിരിച്ചറിയണം. അവനവന് ആവശ്യമുള്ളതെല്ലാം സമ്പാദിച്ചും മറ്റുള്ളവരെ അവഗണിക്കുന്നതിനുമിടയ്ക്ക് അടുത്തുള്ളവരുടെ അവസ്ഥകളിലേക്ക് ഒരു ആകാശ വീക്ഷണമെങ്കിലും നടത്തുവാൻ നാം തയ്യാറാകണം. ആരുമറിയാതെ വിങ്ങിപ്പൊട്ടുന്നവരും കഥകടച്ച് ആത്മാഭിമാനം മുറുകെ പിടിക്കുന്നവരുമെല്ലാം ഇന്ന് നമുക്കിടയിലുണ്ട്. അതിനാൽ ആവശ്യമുള്ളവരുടെ മുൻപിൽ ഈശ്വരനായി പ്രത്യക്ഷപ്പെടുന്നവരെയാണ് ദൈവത്തിന് ആവശ്യമെന്നും അതുതന്നെയാണ് ദൈവം തൻ്റെ രക്ഷാകര പദ്ധതിയിലൂടെ നമുക്ക് കാണിച്ചു തന്നത് എന്നും നാം മനസ്സിലാക്കുവാൻ ശ്രമിക്കണം. ഈശ്വരൻ്റെ പ്രച്ഛന്നവേഷം ആവശ്യക്കാരൻ്റെ രൂപത്തിലായിരിക്കുമെന്നും സ്വന്തം സൗഭാഗ്യങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ പരിശോധിക്കുന്നതിനിടെ അത്തരം വേഷങ്ങൾ കണ്ണിൽ പെടുവാൻ സാധിക്കുകയില്ല എന്നും നാം തിരിച്ചറിയണം. ഇവിടെ സ്വയം ശൂന്യമാക്കലുകൾ ഇന്ന് അനിവാര്യമാണ് എന്നും അതേ കെനോട്ടിക് മാതൃകയിൽ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.